മുഫാസ ദ ലയൺ കിങ് സിനിമയിലൂടെ എല്ലാവർക്കും കിറോസ് എന്ന വൈറ്റ് ലൈനെ അറിയായിരിക്കും. സത്യത്തിൽ കാട്ടിൽ അങ്ങനെ ഒരു വൈറ്റ് ലൈൻ ഉണ്ടോ? ഉണ്ട്. കാസ്പർ എന്നാണ് ആ ഒരേ ഒരു സിംഹത്തിൻ്റെ പേര്. 2014 കാസ്പർ ആഫ്രിക്കയിലെ കുറുഗർ നാഷണൽ പാർക്കിൽ ജനിക്കുന്നത്. കൂടെ ജനിച്ച സിംഹങ്ങളിൽ ഏക വ്യത്യസ്തനായിരുന്നു കാസ്പർ. അതിന് കാരണം ലൂസിസം എന്ന ഒരു മ്യൂട്ടേഷൻ കൊണ്ടാണ് സിംഹങ്ങൾക്ക് വൈറ്റ് കളർ കിട്ടുന്നത്. കുറേയേറെ വർഷങ്ങൾക്ക് ശേഷമാണ് ആഫ്രിക്കയിൽ ഇങ്ങനൊരു വെള്ളസിംഹം ജനിക്കുന്നത്. പക്ഷേ കാടിനൊരു നിയമമുണ്ടല്ലോ. കാട്ടിൽ ജീവിക്കുകയാണെങ്കിൽ സിംഹങ്ങൾക്ക് പൊരുതി തന്നെ ജീവിക്കണം. അത് ഭക്ഷണത്തിനായാലും പെൺസിംഹങ്ങൾക്ക് വേണ്ടിയായാലും. ശിശങ്കം പ്രൈഡിലാണ് കാസ്പർ ജനിക്കുന്നത്. അങ്ങനെ ശിശങ്കം പ്രൈഡിൽ കാസ്പർ വളർന്നു മെച്വേർഡായ ഒരു ആൺസിംഹമായി. ഇനി താൻ വളർന്ന പ്രൈഡ് വിട്ട് സ്വന്തമായി ഒരു പ്രൈഡ് കണ്ടുപിടിക്കേണ്ട സമയമായി. ഈ കാലഘട്ടം കൊണ്ട് തന്നെ കാസ്പർ വളരെയേറെ ഫേമസ് ആയി. കാരണം കാട്ടിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു വൈറ്റ് ലൈൻ അത് കാസ്പറാണ്. ടൂറിസ്റ്റ് എല്ലാം എന്നും സഫാരി വെഹിക്കിളിൽ വരുന്നത് കാസ്പറിനെ കാണാനും കാസ്പറിൻ്റെ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയുമാണ്. അങ്ങനെ 2016 തൻ്റെ പ്രൈഡ് വിടുകയാണ് കാസ്പർ. ചുറ്റും ടെറിട്ടോറിയൽ മെയിൽസ് കുറേയുള്ള സമയമായിരുന്നു. ഒറ്റയ്ക്ക് അവരുമായി പിടിച്ചു നിൽക്കാൻ കാസ്പറിന് പറ്റത്തില്ല. സാധാരണ അങ്ങനൊരു ആൺസിംഹത്തിൻ്റെ കഥ അതോടുകൂടി അവസാനിക്കുന്നതാണ്. പക്ഷേ ഇവിടെ സിംഹങ്ങൾക്ക് പൊതുവെയുള്ള സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി കാസ്പർ ഒരു 3 കാസ്പറിൻ്റെ അതേ പ്രായം തന്നെയുള്ള ആൺസിംഹങ്ങളുടെ കൂടെ ചേരുകയാണ്. തുടർന്ന് 2018 അവർ സത്താര പ്രൈഡ് ഭരിക്കുന്ന ആൺസിംഹങ്ങളെ വെല്ലുവിളിക്കുകയും അവരെ തോൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ പ്രൈഡ് സ്വന്തമാക്കുകയും ആ പ്രൈഡിനെ ഭരിക്കുകയും ചെയ്തു. പിന്നീടുള്ള വർഷത്തിൽ നിരവധി കുട്ടികൾ കാസ്പറിന് അതിൽ ഉണ്ടാവുകയും ചെയ്തു. അതോടൊപ്പം നമ്മുടെ കാസ്പറിനും കൂടെയുള്ള 3 മെയിൽസിനും കൂടി ഒരു പേരും കൂടി ഇട്ടു: ശിശാങ്കൻ 2.0 കൊയാലിഷൻ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാട്ടിൽ വെള്ളസിംഹങ്ങൾ ഉണ്ടായാലും സർവൈവ് ചെയ്തിട്ടില്ല. ഇന്നും കാസ്പർ ആ സത്താര പ്രൈഡ് ഭരിക്കുന്നു. 11 വയസ്സോളമായി ഇന്ന് കാസ്പറിൻ്റെ പ്രായം. കൂടെയുള്ള മെയിൽസൊക്കെ പ്രായാധിക്യത്തെ തുടർന്ന് മരിച്ചെങ്കിലും പക്ഷേ കാസ്പർ ഇന്നും സത്താര പ്രൈഡിൽ ഉണ്ട്. ഇന്നും നിരവധി ടൂറിസ്റ്റ് കാസ്പറിനെ കാണാൻ കുറുഗർ നാഷണൽ പാർക്കിൽ വരുന്നുമുണ്ട്.